എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ സന്തോഷമുള്ളൊരു കാര്യങ്ങൾ ഞാനും ഇഞ്ഞാപ്പനും കൂടെ പറയാട്ടോ. ഇഞ്ഞാപ്പൻ ഇപ്പോൾ ഉണ്ടല്ലോ ക്യാമറയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അല്ലെ ഫോൺ കണ്ടു കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ പറന്നു വന്നിരിക്കും. എന്നിട്ട് തുടങ്ങും ഇങ്ങനെ ഈ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കും അവന്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഒന്ന് ഹായ് പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ ആ ഹായ് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമാണ്, കാശ് മുടക്കില്ലാതെ ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പം ചേച്ചി ഞങ്ങൾക്ക് വീടിന് ചില ദോഷങ്ങളുണ്ട് ചേച്ചി, എന്താ ചെയ്യുന്നത്? വീട് പണി തുടങ്ങിയപ്പം തൊട്ട് ചേട്ടന് വയ്യ, അല്ലെങ്കിൽ ഒരു മരണം നടന്നു, പണി മുടങ്ങിക്കിടക്കുന്നു, അതിനെന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞു തരുമോ ചേച്ചി? 10 പൈസ കയ്യിലെടുക്കാനുമില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്നും പറഞ്ഞ് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനൊരു മറുപടി തരാം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നോർത്താകട്ടോ ഞാൻ വന്നത്. നമ്മൾ പറയുകയല്ലേ, കാലം പോലും കയറാൻ മടിക്കുന്ന വീട്, അല്ലെങ്കിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയും, മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരുടെ എല്ലാ സാധനവും ഉപയോഗിക്കാം, പക്ഷേങ്കിൽ ചെരുപ്പ് മാത്രം ഉപയോഗിച്ചേക്കരുതെന്ന് ചിലർ പറയും. അപ്പം ആ ചെരുപ്പ് മാത്രം ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ചെരുപ്പിട്ട് ആ മരിച്ചുപോയ വ്യക്തി എവിടെയെല്ലോ സ്ഥലത്ത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി നടന്നു പിറക്കി പോകുന്ന ഓരോരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ കാലടി പതിഞ്ഞ ആ ചെരുപ്പ് ഉപയോഗിക്കരുതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറയും. ആ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ എൻ്റേതും. ആ സമയത്ത് ചിലർ പറയും, എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിരുന്നു. പുള്ളിക്കാരിയുടെ അമ്മായിയമ്മ മരിച്ചു കഴിഞ്ഞപ്പം അവരുടെ മാല അവക്കാണ് കൊടുത്തത്. പക്ഷെ അവൾ ഈ മാല ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും നിൽക്കുകയോ എടുക്കുകയോ യാദൃശ്യമായിട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെന്ന് ഇങ്ങനെ ഒരു തോണ്ടൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ഇങ്ങനെയൊക്കെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാത്രിയിലായാലും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ മാല അങ്ങ് ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നു. പുള്ളിക്കാരി ഇപ്പം പേടിച്ചിട്ട് അത് ഇടാറില്ല എന്ന് പറഞ്ഞവർക്ക് ചിലർ പറയും തുണി ഉപയോഗിക്കരുത്, എടുക്കരുത്, പിടിക്കരുത് എന്നൊക്കെ പറയും. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡും ഓരോരുത്തരുടേതായ വിശ്വാസം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ചിലരൊക്കെ പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ് തുണിയൊക്കെ എടുത്തങ്ങ് കത്തിച്ച് കളയും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തുണി എടുക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ പിറക്കി കൊടുക്കും. അതല്ല, ആളിനിയും രക്ഷപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? എല്ലാവരും നേരത്തെ കാലത്തെയൊക്കെ ഡ്രസ്സൊക്കെ വേണ്ടവർക്കും കൊടുക്കേണ്ടവർക്കും ഒക്കെ എടുത്ത് കൊടുത്തു പോവുക. അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത്. മരിച്ചുപോയ ആൾക്കാരുടെ എന്തൊക്കെ കളഞ്ഞു, ഡ്രസ്സ് കളഞ്ഞാലും ചെരുപ്പ് കളഞ്ഞാലും മറ്റുള്ള സാധനം കളഞ്ഞാലും ആൾക്കാർ എന്തായാലും സ്വർണവും വെള്ളിയൊന്നും കളയാൻ പോകുന്നില്ല കേട്ടോ, കാശും ഒന്നും കളയാൻ പോകുന്നില്ല. അതിൻ്റെ ആവശ്യം അവർക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ കളയാം. ആ വിഷയമൊക്കെ അവിടെ പോട്ടെ. എങ്കിൽ പോലും ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുക്കൽ, അപ്പം ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെരുപ്പെടുത്ത് ഉപയോഗിക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, തേഞ്ഞു തീർന്ന ചെരുപ്പ്, അടിച്ച് കുറ്റിച്ചൂലായ ചൂല്, ഇതൊന്നും നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കരുതെന്ന് പറയും. എങ്കിൽ പോലും ആ ഒരു തേഞ്ഞു തീർന്ന ചെരുപ്പിന് ഇപ്പം നമുക്കൊരാവശ്യം വന്നിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, വീട് ദോഷം, അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയപ്പം തൊട്ട് അവർക്ക് കഷ്ടകാലമാണ്, അല്ലെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് നിങ്ങളും ഞങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഈ തേഞ്ഞു തീർന്ന ചെരുപ്പും അല്ലെ വള്ളി പൊട്ടിപ്പോയ ചെരുപ്പും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ചെരുപ്പ് ഏതും ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ലെതർ ആയിക്കോട്ടെ, നോർമലി ഏതിൻ്റെ ആയിക്കോട്ടെ. അപ്പം ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ കളയുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ ചെരുപ്പായിരിക്കണം. അത് 3 സെറ്റ്, അതായത് 3 ജോഡിയല്ല, 3 എണ്ണം മതി. ഇതുപോലത്തെ 3 എണ്ണം, ഇങ്ങനത്തേത് 3 എണ്ണം. അപ്പം അത് ചെരുപ്പ് ഏതെങ്കിലും ആയിക്കോട്ടെ. 2 എണ്ണം കൂടുമ്പോഴാണല്ലോ ഒരു ജോഡി. അപ്പോൾ ഒരു ജോഡി ഒരെണ്ണം കൂടെ, അതായത് ഇതുപോലെ 3 എണ്ണം, 1, 2, 3 ഇങ്ങനെ 3 എണ്ണം എടുക്കുക. ആ 3 എണ്ണം എടുത്ത് വെച്ചിട്ട് നമ്മുടെ കയറുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കയറ് പിരിച്ചുണ്ടാക്കുന്ന കയറ്, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് ഈ കൊടി കെട്ടുന്ന കയറെന്നൊക്കെ പറയും, അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ കയറല്ല കേട്ടോ, ചകിരി പിരിച്ചെടുക്കുന്ന കയറ്. ആ കയർ എന്തെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിങ്ങനെ വള്ളി ഇങ്ങനെ ഇവിടെ ആയിരിക്കും ചിലപ്പം പൊട്ടിപ്പോണത്, ചിലപ്പോൾ ഈ മുട്ട ആയിരിക്കും പൊട്ടിപ്പോണത്. എങ്ങനെയാണെങ്കിലും ഈ വള്ളി ഈ ചെരുപ്പേ വേണം, ഏത് മോഡലാണ്. എന്നിട്ട് ഈ വള്ളിയിലോട്ടൊരു കുടുക്കിട്ടിട്ട് ഈ 3 ചെരുപ്പയിലും ഇങ്ങനെ ഒരു ഇത്രയും നീളത്തിൽ ഇങ്ങനെ കയറെടുത്തിട്ട് ഈ വള്ളിയിലോട്ട് കുടുക്കിട്ടിട്ട് കയറ് കെട്ടുക. കയറ് കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ,
നമ്മുടെ ഏതൊരു പെരയായിക്കോട്ടെ, ഓലഷെട്ടായിക്കോട്ടെ, വലിയ കൊട്ടാരമായിക്കോട്ടെ, ഏത് വീടിനും 4 മൂല സൈഡുണ്ട് അല്ലേ? വീടിനും നമ്മൾ പറയും വീടിൻ്റെ കന്നിമൂല സൈഡ്, തെക്ക് സൈഡ്, വടക്ക് സൈഡ്, പടിഞ്ഞാറ് സൈഡ് എന്ന് പറയും. അതിൻ്റെ അകത്തെ വീടിൻ്റെ ഈ കന്നിമൂലയുടെ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ട് വരുന്ന കന്നിമൂല ഇങ്ങനെ കോൺട്ര തിരിയുന്ന ഇങ്ങനെ ഇരിക്കുന്നത്, ആ കന്നിമൂല ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 ഭാഗവും മൂല സൈഡിൽ വരുന്നിടത്ത് ആ കോർണറിലായിട്ട് ഈ ചെരുപ്പ് ചുമ്മാതെ കെട്ടി, വാർക്കയുടെയൊക്കെ വീടാണെങ്കിൽ അവിടെ പട്ടിയും കഴിക്കൂലും അങ്ങനത്തെ ഉള്ളതൊന്നും കാണത്തില്ല. അല്ലെങ്കിലും അങ്ങനത്തെ ഉള്ളതിലൊന്നും കെട്ടി തൂക്കാനും കൊള്ളത്തില്ല. ചെറിയ നമുക്ക് ആണിയുണ്ട്, നിങ്ങൾക്കറിയാലോ, ഇരുമ്പാണി. ഇപ്പം വാർക്കയാണി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതല്ല, ഇരുമ്പിൻ്റെ ആണി നിങ്ങൾക്കറിയാം. പണ്ടൊക്കെ ഇരുമ്പാണിയായിരുന്നു എല്ലായിടത്തും. നമ്മൾ എന്തെങ്കിലും പട്ടിയേക്കും കട്ടളയ്ക്കും ഡെസ്ക് ബെഞ്ചും ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ആണി നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. ഇരുമ്പാണി കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ തുരുമ്പെടുക്കും. ആ ആണി പയ്യെ ഒരു ട്രില്ലറൊക്കെ വെച്ചിട്ട് ഭിത്തിക്ക് ഒരു ഹോളും ഒക്കെ ഇട്ടിട്ട് ആ ആണി അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ 3 മൂല സൈഡിനും ഈ ചെരുപ്പ് നിങ്ങളൊന്ന് കെട്ടിത്തൂക്കിയിട്ടേക്കണം. അതായത് നിങ്ങൾ ഒന്നെങ്കിൽ ഈ പെരപണി തുടങ്ങിയിട്ട് പകുതി കണ്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതല്ല ഭിത്തി കെട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും, അതുമല്ല ഭിത്തിയും കെട്ടിയിട്ടില്ലെങ്കിൽ പോലും, ഈ കോർണർ 4 വശം, മൂല സൈഡ് 4 വശം ഉണ്ടല്ലോ, കന്നിമൂല സൈഡ് ഒഴിവാക്കിയിട്ട് ഒരു കമ്പ് ഇങ്ങനെ ഒരു പട്ടിയ കഷ്ണോ അല്ലെങ്കിൽ ഈ ആണി അടിച്ചാലിരിക്കുന്ന എന്തെങ്കിലും കമ്പോ കഴിയെടുക്കുക എന്ന് വെച്ചിട്ട് ഈ 3 മൂലയ്ക്കും ഇങ്ങനെ നാട്ടി കുഴിച്ചിടുക എന്ന് വെച്ചിട്ട് അതേൽ ഈ ആണി അടിച്ചിട്ട് ഈ ചെരുപ്പ് നിങ്ങളൊന്ന് തൂക്കിയിട്ടേക്കും. സത്യമായ കാര്യം ഞാൻ പറഞ്ഞേ, കാലം പോലും കയറാൻ പേടിക്കും ഈ സാധനം വീട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ, ഈ 4 മൂലയ്ക്കും. അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. വലിയ വലിയ വീടുകൾ പണിതാൽ ഇതൊക്കെ വലിയ രഹസ്യമായിട്ട് ചെയ്തിടുന്നതാണ്. ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വീട് പണി മുടക്കുമ്പം കണ്ണ് കിട്ടാതെയും ദോഷം കിട്ടാതെയും നാദോഷം ഓരോ കോലങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നിട്ടുണ്ട്, ഇങ്ങനെ 2 ഇങ്ങനെ കമ്പും തേറ്റയും കോമ്പല്ലും ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളറിൽ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓരോ വീടിൻ്റെ അല്ലെ ഓരോ സ്ഥാപനത്തിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കും. പക്ഷേങ്കിൽ എന്ത് തൂക്കി എന്ന് പറഞ്ഞാലും ഈ ചെരുപ്പിൻ്റെ ഈ തേഞ്ഞ് തീർന്ന ഈ ചെരുപ്പിൻ്റെ ഒരു പോർഷൻ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ചെരുപ്പിൻ്റെതാണ് ഈ എല്ലാവരും ചെയ്തു തരുന്നത്. ചില ജോത്സ്യന്മാരെ ചെന്ന് കാണാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ പറയും നിങ്ങൾ ഇന്ന ദിവസം ഇങ്ങോട്ട് വന്നേരെ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഈ ഒരു സാധനം കണ്ടിരിക്കും. ഉറപ്പ് കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരുപാട് കാശും മുടക്കി ഒരുപാട് കാര്യങ്ങളുടെ പുറകെ ഒന്നും നിങ്ങൾ ഓടി നടക്കണ്ടെന്നേ. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അതായത് ഇത് വീട്ടിൽ ഇങ്ങനെ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. നിങ്ങളുടെ ഹൗസ് വാമിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് അവിടെ തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് എവിടെയെങ്കിലും ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെച്ചാൽ മതി. അതല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെരുപ്പെടുത്ത് അവിടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തും മുക്കിനും മൂലയിലും ഒന്നും വിടണ്ട. എവിടെയെങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി ദൂരെ കളയോ അല്ലെങ്കിൽ ആർക്കും ശല്യമില്ലാത്തടത്ത് കൊണ്ടുപോയി കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ ദോഷം മാറിപ്പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം ആ വീടിനിങ്ങനെ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്ന് മരണ ഭയവും മാറും. അതുപോലെ തന്നെ ഈ വീട് പണി തുടങ്ങിയപ്പോൾ തൊട്ട് ചിലർ പറയുന്നത് കേൾക്കത്തില്ല, അയ്യോ ഞങ്ങൾക്ക് രോഗം കൊണ്ട് ഈ വീട് പണി ഏതാണ്ട് തുടങ്ങിയത് കഷ്ടകാല സമയത്താണ്. ചിലർ പറയും രാഹു നോക്കിയില്ല, ഹേതു നോക്കിയില്ല, ഗുളികൻ നോക്കിയില്ല എന്നെല്ലാം പറയും. ഇതൊന്നും നോക്കണ്ടെന്നേ. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ പെരപണി തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളുക. എന്തെങ്കിലും മുടക്കണ്ടേ. ഇനി അതല്ല, പെരപണി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കിങ്ങനെ പെര പണിയണം എന്നുള്ള ആഗ്രഹവും പ്ലാനും കാശും കയ്യിലിട്ടിട്ട് നിങ്ങൾക്ക് പെരപണി തുടങ്ങാൻ സാധിക്കാത്തവരാണോ ആണെങ്കിലും അവരും ആ പെര പണിയാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നിങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെ രീതിയിൽ എവിടേക്കാണ് മുറി വരുന്നത്, മുറിക്ക് ഏത് വലിപ്പം വരും, എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്കൊരു ഏകദേശം അറിയാം. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലും നിങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടിട്ട് ഇതുപോലെ 3 കമ്പോ അല്ല പട്ടിയ കഷ്ണമോ നാട്ടി ഒരു ആണി അടിച്ചിട്ട് ഇതുപോലെ ചെരുപ്പ് തൂക്കിക്കോളുക. അപ്പോൾ ഇത് തൂക്കുമ്പം പെരപണിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ തടസ്സമോ ഇങ്ങനെ മുടക്കമോ ആയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിക്കോട്ടെ, ആരുടെയെങ്കിലും ജയിത്ത് ദോഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് തന്നെ അങ്ങ് മുമ്പോട്ട്. അപ്പോൾ ഇത് മാറിപ്പോണേന്നും പറഞ്ഞ് നിങ്ങളിത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ ഉറപ്പായിട്ടും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പെരപണി നടക്കും. അത് ഞാൻ ഉറപ്പും ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുമോ, അതല്ല നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് വിളിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉള്ളൊരു മറുപടി ആയല്ലോ. അപ്പം ഈ പെരപണി മുടങ്ങിക്കിടക്കുന്നവർക്കും കഷ്ടകാല സമയമുള്ളവർക്കും എല്ലാം ഇതൊന്ന് കണ്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഓക്കേ.